സാറേ, വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സഹായം നൽകാനായിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ, വ്യക്തികളൊക്കെ രംഗത്ത് വന്നു. ഇപ്പം NDA ഭരിക്കുന്ന സർക്കാരുകൾ വലിയൊരു സാമ്പത്തിക സഹായം കേരളത്തിന് നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു വലിയ മാതൃകയാണ്. ഇപ്പം മധ്യപ്രദേശ് സർക്കാർ 20 കോടി രൂപയാണ് നൽകുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ആന്ധ്ര, ഇവരൊക്കെ 10 കോടി വീതം നൽകുന്നുണ്ട്. അപ്പം ഇതൊരു വലിയ മാതൃക തന്നെയാണ്. കേരളം എവിടെയെങ്കിലും ഇങ്ങനൊരു പ്രകൃതി ദുരന്തമോ പ്രകൃതിക്ഷോഭമോ ഒക്കെ ഉണ്ടാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും മുഴുവൻ പറഞ്ഞോ? അതായത് ഉത്തർപ്രദേശ് 10 കോടി നൽകുന്നുണ്ട്, മധ്യപ്രദേശ് 20 കോടി നൽകുന്നുണ്ട്, മഹാരാഷ്ട്ര 10 കോടി നൽകുന്നുണ്ട്, ആന്ധ്ര 10 കോടി നൽകുന്നുണ്ട്. അപ്പോൾ NDA ഭരിക്കുന്ന സർക്കാരുകൾ. കേരളം ഇത്തരത്തിലുള്ളൊരു സഹായം ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ലോക സമാധാനത്തിന് പണം നീക്കി വെക്കുന്നു, അല്ലെങ്കിൽ ക്യൂബയ്ക്ക് പണം സഹായമായി നൽകുന്നു. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുക? ഇതിൻ്റെ കൂടെ ചേർത്തിട്ടേ ഞാൻ 2018 വെള്ളപ്പൊക്കം, അതിന് മോദി സർക്കാർ കേന്ദ്രം നൽകിയ 25 സഹായങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് വയനാട്ടിലേക്ക് വരാം. മോദിയും രാജ്നാഥ് സിംഗും ആ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഇവിടെ വന്നു, കെടുതികൾ കാണാൻ വേണ്ടി. 600 കോടി രൂപ മോദി ഇടക്കാല ആശ്വാസം അന്ന് പ്രഖ്യാപിച്ചു. 2 ലക്ഷം രൂപ വീതം ഈ മരിച്ചുപോയവർക്ക്, 50,000 രൂപ വീതം പരിക്കേറ്റവർക്ക് കേന്ദ്രം കൊടുത്തു. കേന്ദ്രം നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടല്ലോ, ദേശീയ പാത അതോറിറ്റി റോഡിൻ്റെ, ഈ നാഷണൽ ഹൈവേ ഒക്കെ ഡാമേജ് ആയതൊക്കെ ഉടനെ കാലബന്ധിതമായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്തു. ഇൻഷുറൻസ് കമ്പനികളോട് സമയബന്ധിതമായിട്ട് നഷ്ടപരിഹാരം റിലീസ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആയിട്ട് ബന്ധപ്പെട്ട സഹായങ്ങളുണ്ടല്ലോ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീം അനുസരിച്ചിട്ടുള്ള സഹായം, ഫസൽ ബീമ യോജന അനുസരിച്ചിട്ട് കർഷകർക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ NTPC, PGCL അവരൊക്കെ ഈ വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിക്കാനായിട്ട് വേണ്ട സഹായങ്ങൾ മുഴുവൻ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു. അവർ ചെയ്തു. പിന്നെ ഗ്രാമീണരുടെ ചെറിയ വീടുകളൊക്കെ നഷ്ടപ്പെട്ട ഗ്രാമീണർ, അവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ ഭവനങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം അതനുസരിച്ചിട്ട് 5.5 കോടി വ്യക്തി ദിനങ്ങൾ 2018-19 ബജറ്റിൽ സാങ്ഷൻ ചെയ്തു കേരളത്തിന് വേണ്ടി. 50,000 രൂപയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഹോർട്ടിക്കൾച്ചർ സമഗ്ര വികസന പദ്ധതി അനുസരിച്ചിട്ട് ഈ ഹോർട്ടിക്കൾച്ചർ വിളകളുണ്ടല്ലോ, അത് നശിച്ചത് മുഴുവൻ അതിന് സഹായം കൊടുക്കാൻ, നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. ഈ INS മൈസൂർ, വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ, പശ്ചിമ നാവിക കമാൻഡിൻ്റെ INS മൈസൂർ എന്ന് പറഞ്ഞ കപ്പൽ 70 ടൺ ദുരിതാശ്വാസ സാധനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അതിൽ ബോട്ടിൽഡ് വെള്ളം, ബോട്ടിൽഡ് വാട്ടർ, പിന്നെ ഉടനെ കഴിക്കാവുന്ന ഭക്ഷണം, മീൽസ്, ഫ്രഷ് റേഷൻ, പാല്, ബിസ്ക്കറ്റ്, മരുന്ന്, ടോയ്ലറ്ററീസ്, അങ്ങനത്തെ സംഭവം, ഫിനൈൽ, ബ്ലീച്ചിങ് പൗഡർ, മെഴുകുതിരികൾ, ഇതൊക്കെ അതിലുണ്ടായിരുന്നു. വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ തന്നെ കാർവാർ നേവൽ ബേസ് 15 ടൺ റേഷൻ വസ്തുക്കൾ കേരളത്തിലേക്ക് അയച്ചു. INS ശാരദ എന്ന് പറഞ്ഞ കപ്പലിൽ ആണ് അയച്ചത്. INS ദീപക്, വേറൊരു കപ്പൽ, അത് മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് സഞ്ചരിച്ചു. നീന്തൽക്കാർ, പിന്നെ റെയിൻ കോട്ടുകൾ, ഗം ബൂട്ട്സ്, ബോട്ടിൽഡ് വാട്ടർ, റേഷൻ
എന്ന് പറഞ്ഞാൽ അരി ധാന്യം തുടങ്ങിയ വസ്തുക്കൾ, പിന്നെ റെഡി ടു ഈറ്റ് മീൽസ്, ഭക്ഷണം, ഇതൊക്കെയായിട്ട്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF ഇപ്പോൾ വയനാട്ടിലും വന്നില്ലേ. NDRF, ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര മന്ത്രാലയങ്ങൾ, ഇതൊക്കെ ആണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ ഏകോപിപ്പിച്ചത്. ഇത് നമുക്കറിയാവുന്നതാണ്. വ്യോമസേനയും നേവിയും ഒക്കെയാണ്. പിന്നെ കേരളത്തിലെ തന്നെ മീൻപിടുത്തക്കാരും ഒക്കെയാണ് സഹായിച്ചതെന്ന് അറിയാം. കേരളത്തിലെ നേവി, എയർഫോഴ്സ്, ആർമി, NDRF, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, ഇവരൊക്കെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിലുണ്ടായിരുന്നു. സുഷമ സ്വരാജ് അനൗൺസ് ചെയ്തു ഈ വെള്ളപ്പൊക്കത്തിൽ പോയ പാസ്പോർട്ടുകളൊക്കെ പെട്ടെന്ന് റിന്യൂ ചെയ്ത് സൗജന്യമായിട്ട് പൈസ മേടിക്കാതെ റിന്യൂ ചെയ്ത് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ റെയിൽവേ പറഞ്ഞു പണം ഈടാക്കാതെ ദുരിതാശ്വാസ സാധനങ്ങൾ കേരളത്തിലെത്തിക്കും. ഇന്ത്യൻ റെയിൽവേ 14.5 ലക്ഷം ലിറ്റർ വെള്ളം കേരളത്തിന് നൽകി. ഇന്ത്യൻ റെയിൽവേ 14.5 ലക്ഷം ലിറ്റർ വെള്ളം കേരളത്തിന് നൽകി. വ്യോമയാന മന്ത്രാലയം ഈ INS ഗരുഡ കൊച്ചിയിലെ ആ വിമാനത്താവളം ഉണ്ടല്ലോ, കാരണം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് ഡാമേജ് വന്നതുകൊണ്ട് പഴയ വിമാനത്താവളം ഉണ്ടല്ലോ INS ഗരുഡ, അത് ഉപയോഗിക്കാനായിട്ട് അനുവദിച്ചു. 50,000 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ കേന്ദ്ര ഗവൺമെൻറ് കൂടുതലായിട്ട് നൽകി കേരളത്തിന്. 50,000 മെട്രിക് ടൺ. കേന്ദ്ര സർക്കാർ 9,300 കിലോ ലിറ്റർ മണ്ണെണ്ണ കേരളത്തിന് നൽകി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് അവർ 100 മെട്രിക് ടൺ പൾസ് പയർ വർഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്തു. റെയിൽവേ സൗജന്യ ബ്ലാങ്കറ്റുകൾ, ബെഡ്ഷീറ്റുകൾ ഒക്കെ കേരളത്തിന് നൽകി. എയർ ഇന്ത്യ ഒരു ചെലവുമില്ലാതെ ദുരിതാശ്വാസ വസ്തുക്കൾ എയർലിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഒരു 5 പൈസ മേടിക്കാതെയാണ് എയർ ഇന്ത്യ ഇതൊക്കെ ചെയ്തത്. ഇത് വെള്ളപ്പൊക്ക കാലത്ത് കേരളത്തിന് വേണ്ടി ചെയ്ത 25 കാര്യങ്ങളാണ്. ഇതൊന്നും ചെറുതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ സർക്കാരുകൾ നമുക്ക് ഉത്തരാഖണ്ഡിലെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡുകൾ ഇവിടുത്തെ സാഹചര്യം തന്നെ ഉണ്ടാകാറുണ്ട്. നമ്മൾ അങ്ങോട്ട് മറ്റേ ആശ്വാസധനമൊന്നും കൊടുത്തതായിട്ട് നമുക്കറിയില്ല. പക്ഷെ ട്രെയിനകത്ത് വെച്ച് ആരെങ്കിലും ഇറച്ചിയായിട്ട് പിടിച്ച് തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ വ്യാജ പ്രചരണം ഉണ്ടായ ഉടനെ ഇവിടുന്ന് മുഖ്യമന്ത്രി സഹിതം കൊണ്ട് ചെന്ന് പൈസ കൊടുക്കുന്നില്ല. ക്യൂബയിൽ കാസ്ട്രോ ഭരിക്കുന്ന കാലത്ത് അവിടെ എന്തോ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പുതപ്പൊക്കെ കൊടുക്കാനൊക്കെ MA ബേബിയൊക്കെ ശ്രമിച്ചതായിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. വല്ല തുർക്കിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലൊക്കെ സഹായമൊക്കെ കൊടുക്കുമോ? ഇനി ദരിദ്ര സ്ഥലങ്ങളിലേക്ക് പോകും പോലും ഇവിടുന്ന് സഹായങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് എനിക്കറിഞ്ഞൂടാ. എനിക്കൊരാൾ വേറൊരു മെസ്സേജ് ഇട്ട് അതിൻ്റെ അകത്ത് ഈ ഇത്ര വീട് നിർമ്മിക്കും, 100 വീട് നിർമ്മിക്കും, 200 വീട് നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടല്ലോ. ഈ ഓഫേഴ്സ് വയനാട്ടിൽ ഈ നശിച്ചുപോയ വീടുകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ 100 ഇരട്ടിയോ മറ്റോ വരും ഈ വാഗ്ദാനങ്ങളായിട്ട് വന്നിരിക്കുന്നു. തുക കൂട്ടി നോക്കിയാലല്ലേ? തുക മാത്രമല്ല, വീടുകൾ ഞങ്ങൾ ഇത്ര തരും എന്നാണല്ലോ പറയുന്നത്. തുകയുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത്, എണ്ണം നശിച്ചുപോയ വീടിനേക്കാൾ കൂടുതൽ എത്രയോ ആണത്. അപ്പോൾ അങ്ങനെ നശിച്ചുപോയ വീടുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇനി നമുക്ക് ഇപ്പോൾ NDA സർക്കാരുകളുടെ കാര്യം പറഞ്ഞു. കർണാടക സർക്കാർ 100 വീട് നിർമ്മിച്ചു നൽകാന്ന് പറഞ്ഞു, ആ പണിത് നൽകാമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി 100 വീട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ NSS 150 വീട് നിർമ്മിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ബിസിനസ് ക്ലബ്ബ് 50 വീട്. ഇങ്ങനെ ഈ വീടുകൾ ഓരോരുത്തർ നിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞതിൻ്റെ അത് ശരിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 100 ഇരട്ടിയൊക്കെ വരുന്ന തരത്തിലാണെന്നൊരു കണക്ക് ഒരാൾ എനിക്ക് അയച്ചു തന്നിരുന്നു. പക്ഷെ ഞാനതിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വീട് പണിയേണ്ടി വരില്ല, കാരണം ഒരു ടൗൺഷിപ്പാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ തന്നെ പണം കൊണ്ടോ കേരളത്തിൻ്റെ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത്
നമുക്ക് ഇവിടെ വെള്ളപ്പൊക്കം കാലത്തോ അതിന് ശേഷമൊക്കെ നമ്മൾ ഈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ വീടുണ്ടാക്കാനായിട്ട് ഗൾഫിലെ റെഡ് ക്രോസിന്റെ സഹായമൊക്കെ ചോദിച്ചില്ലേ? അതെ, തൃശ്ശൂർ വീടുണ്ടാക്കി. അപ്പൊ അന്ന് കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ വക്താവ്, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇംഗ്ലീഷ് നോവലൊക്കെ എഴുതുന്ന ആളാണ്, പെട്ടെന്ന് മനസ്സിൽ നിന്ന് പേര് പോയി. പക്ഷെ അദ്ദേഹമാണെന്ന് തോന്നുന്നു ആ മീര നായരുടെ സ്ലം ഡോഗ് മില്യണയറോ അങ്ങനെ വിവേക് സ്വരൂപ് വിദേശകാര്യ വകുപ്പിന്റെ വക്താവ് അന്ന് പറഞ്ഞതാണ്, അത്തരം സഹായങ്ങൾ ഇന്ത്യ സ്വീകരിക്കില്ല. കാരണം ഇന്ത്യയിലൊരു ദുരിതം ഉണ്ടായാൽ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ സഹായം പറ്റിയിട്ടല്ല അത് പരിഹരിക്കുക, നമുക്ക് തന്നെ ഇത് പരിഹരിക്കാൻ കഴിയും. നമ്മൾ ഈ ഉക്രൈന് പോലുമൊക്കെ ധാരാളം സഹായിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതെ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ എപ്പോഴും നമ്മൾ സഹായം, കപ്പലിലൊക്കെ നമ്മൾ ധാന്യങ്ങളും ഈ വക സാധനങ്ങളൊക്കെ കയറ്റി അയക്കാറുണ്ട് പല സ്ഥലത്തേക്കും. നമ്മളുടെ ദാരിദ്ര്യം പറഞ്ഞിട്ട് നമ്മൾ കൈനീട്ടി നിൽക്കുന്ന പരിപാടി ഇല്ല എന്ന അന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ട് ഇങ്ങനെ കേരളം സഹായം മേടിക്കരുത് വിദേശ രാഷ്ട്രങ്ങളോട് കെഞ്ചിയിട്ട്. വേറൊന്നും ഞാൻ ഓർക്കുന്നുണ്ട്, നായനാർ ഭരിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ഒരു ഡിസാസ്റ്റർ ഇവിടെ ഉണ്ടായപ്പോൾ നായനാരെ വന്ന് കണ്ടിട്ട് അവിടുത്തെ ഗൾഫിലൊരു പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു പരസ്യ മാനേജർ, ഞാൻ പോയി അവിടെ ഫ്രീ ആയിട്ട് പരസ്യം കൊടുക്കുക എൻ്റെ പത്രത്തിൽ, നിങ്ങൾക്ക് കേരളത്തിന് സഹായം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരസ്യം ചെയ്തു അയാൾ. അതിവിടെ വലിയ കോൺട്രവേഴ്സിയായി, വിവാദം. എന്നിട്ട് ആ പരസ്യം പിൻവലിക്കേണ്ടിയൊക്കെ വന്നു. നമ്മൾ വിദേശങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ കൈകെട്ടി നിൽക്കാറില്ല. അപ്പം ഈ വീടുകളല്ലാതെ തന്നെയൊക്കെ പണിത് പോവും. മോഹൻലാൽ തന്നെ ആ സ്കൂൾ പണിത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷൻ. മൈസൂർ ഡിസ്ട്രിക്റ്റ്, മൈസൂരിൽ നിന്ന് അയൽവക്കത്താണല്ലോ വയനാട്, അവർ ധാരാളം സഹായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൈസൂർ ജില്ലാ അധികൃതർ ഫ്രീസർ ബോക്സസ് അയച്ചു വയനാട്ടിലേക്ക്, കംപ്രസേഴ്സ് അയച്ചു, ജാക്ക് ഹാമേഴ്സ് ചുറ്റിക പോലത്തെ സാധനങ്ങളൊക്കെ അയച്ചു, മരുന്നുകൾ അയച്ചു, സ്ട്രക്ചർ അയച്ചു, ലൈറ്റില്ലേ എമർജൻസി ലൈറ്റ് അതയച്ചു മൈസൂർ ജില്ലയിൽ നിന്ന്. പിന്നെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബാംഗ്ലൂരിലെ രാജ്യാന്തര വിമാനത്താവളം, നമുക്ക് വാട്ടർ ബോട്ടിലുകൾ, റെയിൻകോട്ട് വയനാട്ടിലേക്ക്, ഇപ്പോഴത്തെ കാര്യമാണ് പറയണേ. പിന്നെ PPE കിറ്റുകൾ, ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ, ടെൻറ്റ്, ഇതൊക്കെ അയച്ചു വയനാട്ടിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന്. ഇലക്ട്രോണിക് സിറ്റി ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ, പിന്നെ ബയോകോൺ, നാരായണ ഹെൽത്ത് കർണാടകയിൽ നിന്ന്, അക്ഷയ ട്രസ്റ്റ്, ഉദിഷ്ട പൂജ സേവാ ഓർഗനൈസേഷൻ, ബ്ലാങ്കറ്റുകൾ, ടർപ്പോളിൻസ്, തർപ്പായകൾ, ആംബുലൻസുകൾ, പിന്നെ 25 ലക്ഷം രൂപ കാശ് വയനാട്ടിലെത്തിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ധാരാളം സഹായങ്ങൾ നമുക്കിത് ഒഴുകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 21 കോടിയോ അങ്ങനെ എന്തോ കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. കാരണം ദുരിതാശ്വാസ നിധിയിലേക്ക് പഴയ അനുഭവങ്ങൾ വെച്ചിട്ട് വേണ്ടത്ര വന്നിട്ടില്ല എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. കറക്ഷൻ. അതെ, ഇപ്പോൾ NDA സർക്കാർ ഭരിക്കുന്ന ഈ സർക്കാരുകളുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ 20 കോടി കൊടുക്കുന്നു, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ NDA സർക്കാരുകളൊന്നും രാഷ്ട്രീയ ഇതിൻ്റെ അകത്ത് നോക്കിയില്ല. അതെ, അതാണ് ഒരു വലിയ പോയിന്റ്. കാരണം ഒരു ഹ്യൂമൻ പ്രശ്നം, ഹ്യൂമൻ ട്രാജഡി, അതെ, മനുഷ്യ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനെ ദുരന്തമായിട്ട് കണ്ടിട്ട് കാരുണ്യത്തോടുകൂടി കൈകോർക്കുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ CPM എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെയല്ല കാണുക. ലാറ്റിൻ അമേരിക്കയിലാണെങ്കിൽ നോക്കാം, ക്യൂബയിലാണെങ്കിൽ നോക്കാം, തുർക്കിയിലാണെങ്കിൽ, പാകിസ്ഥാനിൽ ആണെങ്കിൽ പോലും നോക്കാം. രാഷ്ട്രീയ കണ്ണോടുകൂടിയാണ് അവരുടെ രാഷ്ട്രീയ തിമിരത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിന് അപവാദമാണ്
ഈ BJP സർക്കാരുകൾ, BJP നേതൃത്വത്തിലുള്ള NDA സർക്കാരുകൾ. സർക്കാരുകൾ. മറ്റേതാണെങ്കിൽ ചന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിലാണ് TDP. അതെ. ഈ സ്റ്റാലിൻ എത്രയാണ് സഹായം ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തമിഴ്നാടിൻ്റെ അങ്ങനെ ഒരു വലിയ ഒരു ദുരിതാശ്വാസമൊന്നും ഇവിടെ ചെയ്തതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ടല്ല. വയനാട്ടിൽ ഈ വസ്ത്രങ്ങളില്ലേ, അതൊക്കെ ആവശ്യത്തിലധികം ഒന്നുകൂടാണ്. എറണാകുളത്ത് നിന്ന് തന്നെ അയക്കുമ്പോൾ ഇനി ആരും അയക്കണ്ട മതിയായി ജില്ലാ അധികൃതർ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയുമൊക്കെ ഈ NDA സർക്കാരുകൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു ദയാദാക്ഷിണ്യമെങ്കിലും ഈ പിണറായി സർക്കാർ പറഞ്ഞാൽ നല്ലതായിരുന്നു. അതുപോലെ ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ ദുരിതം വരുമ്പോൾ നമ്മൾ സഹായിക്കാറില്ല എന്ന സത്യം തുറന്നു പറഞ്ഞാൽ തരക്കേടില്ല, അതും പറയാവുന്നതാണ്. നമുക്ക് കാത്തിരിക്കാം അങ്ങനെയൊക്കെ നടക്കുമെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.